ഹലോ മക്കൾസ്, 5 മിനിറ്റ് കൊണ്ട് ഒരു 30 മാർക്ക് സെറ്റാക്കി കഴിഞ്ഞാലോ? 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഹാപ്പി അല്ലേ? കാരണം എങ്ങനെയെങ്കിലും പാസ്സായി മതി എന്നൊക്കെ വിചാരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പിടിച്ചോ ഈ 30 മാർക്ക്. അപ്പോൾ പാസ്സാവാനുള്ളവർക്കും എന്നാൽ നല്ല ഫുൾ മാർക്ക് വാങ്ങാനുള്ളവർക്കും അല്ലെങ്കിൽ A+ വാങ്ങാനുള്ളവർക്കും ഇതൊരു കിടിലൻ അവസരമാണ് ഫെഡറലിസം. ഫെഡറലിസം എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഈ 3 ലിസ്റ്റുകൾ, അതായത് നമ്മുടെ ഫെഡറലിസത്തെ അധികാര വിഭജനങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് തരും. എന്നിട്ട് യൂണിയൻ ലിസ്റ്റിലുള്ളത് ഏതൊക്കെയാണ്, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് ഏതൊക്കെയാണ്, കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത് ഏതൊക്കെയാണ്, ഇത് മൂന്നും പഠിച്ചു വെക്കണം. അധികാരങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. ഇതൊക്കെ ഏതിലാണ് പെടാം? ചിലപ്പോൾ ഇത് മൂന്നും ഏതിലെങ്കിലൊക്കെ ആയിരിക്കും. ഡിവോഴ്സ് ഉണ്ട്, വിവാഹമോചനം, ഇതൊക്കെ ഏത് അധികാരത്തിലാണ് പെടുന്നത്? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം ആ ചാപ്റ്ററിൽ. ഇനി ലോക്കൽ ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് അവിടെ എന്തായി? സെറ്റായി. ഓക്കെ ആണല്ലോ? അപ്പോൾ അവിടെ പഠിച്ചു. ഇനി 9ാമത്തെ ചാപ്റ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് കുറച്ച് നടപടികളുണ്ട് ആ ചാപ്റ്ററിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ അതും പഠിക്കുക. അപ്പോൾ തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് ഏകദേശം 14 മാർക്കോളം നിങ്ങൾക്ക് എന്ത് ചെയ്തു? കയറി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി 10ാമത്തെ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞാൽ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, സെക്കുലറിസം ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഫെഡറലിസം ആണ്, ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ തിയറി, അതായത് 11ാമത്തെ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ തിയറി, എന്തിനാണ് ഇത് പഠിക്കുന്നത്, അത് നോക്കുക. ഇനി 16ാമത്തെ ചാപ്റ്ററിൽ മക്കൾ നോക്കേണ്ടത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആർജിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്താണ്, സാർവത്രിക പൗരത്വം എന്താണെന്നുള്ള അതിൽ നോക്കുക. പിന്നെ അതിൽ മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നാഷണാലിസത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഭൂപ്രകൃതി, ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ കാര്യങ്ങൾ പഠിച്ചു നോക്കുക. പിന്നെ അവിടേക്ക് നോക്കുമ്പോൾ സെക്കുലറിസം എന്നുള്ള ചാപ്റ്റർ നോക്കുക. ഇന്ത്യൻ സെക്കുലറിസം വെസ്റ്റേൺ സെക്കുലറിസം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു സംഭവമാണ് മേജർ ക്രിറ്റിസിസം. ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന കുറേ വിമർശനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ വിമർശനങ്ങൾ എന്നുള്ളതാണ് നോക്കി വെക്കേണ്ടത്. ഇനി 19ാമത്തെ ചാപ്റ്ററിൽ സ്ട്രക്ചറൽ വയലൻസ്, അതായത് ഘടനാപരമായ ഹിംസ വിശകലനം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം, സോഷ്യൽ കോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കോസ്റ്റുകളുണ്ട്, അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സോഷ്യൽ കോസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സോഷ്യൽ കോസ്റ്റ്, പിന്നെ എൻവിയോൺമെൻറ്റൽ കോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മക്കൾ നോക്കി വെക്കേണ്ടത്. സെറ്റാണല്ലോ? അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. SP_SAD, പിന്നെ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്സിൻ്റെ എല്ലാ വീഡിയോസും എന്തായിരിക്കും ഇവിടെ വരും കേട്ടോ. എല്ലാ പ്രഡിക്ഷൻ കാര്യങ്ങളും എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, സൂപ്പർ മാഷി എന്നുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. മെസ്സേജ് അയക്കേണ്ട ഇതിലാണ് കേട്ടോ, SP_SAD. വീഡിയോസിനാണെങ്കിൽ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ മക്കളെ, നമ്മൾ ഈ തൂക്കിയെടുക്കും എല്ലാ ദിവസവും 7:00 എന്തുണ്ട്? ലൈവ് ഉണ്ട്. മറക്കണ്ട. ഇന്നും 7:00 ലൈവ് ഉണ്ട്. പൊളിക്കണം, അടിച്ച് പൊളിക്കണം. നമ്മൾ പൊളിറ്റിക്സ് ഒരു പേടിയില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? തൂത്ത് വാരണം. സെറ്റല്ലേ മക്കളെ? നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്, നിങ്ങൾ നമ്മളെ കൂടെ നിന്നാൽ മതി. ഹാപ്പി ബി ഓൾവേസ് ബി ഹാപ്പി. താങ്ക് യു.